നമ്മുടെ കയ്യിലേക്കുള്ള ഈ ഫോൺ ഉണ്ടല്ലോ, എന്ത് ഡേഞ്ചറാണെന്നറിയാമോ? നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, പുറത്തേക്ക് പോയി നിങ്ങളുടെ ഫോണൊന്ന് ചാർജ് ചെയ്യണം. അതുകൊണ്ട് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക്കായിട്ട് വെച്ചിട്ടുള്ള USB പോർട്ടുകളില്ലേ, അതിനകത്ത് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ മൂട്ടിലോട്ട് കുത്തി ഫോൺ ചാർജ് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത്, കുറേ പേര് നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ ഫോൺ ഹാക്കായി, എൻ്റെ ഫോണിൻ്റെ അകത്തുള്ള ഡേറ്റ മൊത്തം കൊണ്ടുപോയി, എൻ്റെ ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്. നമ്മുടെ ഫോൺ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ഫോൺ വെച്ചിട്ട് നമ്മുടെ എന്തും, ഈവൻ നമ്മുടെ പല പ്രൈവറ്റ് കാര്യങ്ങളും ആളുകൾക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചോർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സേഫായിട്ട്, സൂപ്പർ സേഫായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒന്നാമത്തത്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ തന്നെ ഫേസ് അൺലോക്ക്, പാറ്റേൺ, അതുപോലെ തന്നെ ബാക്കപ്പ്. ഇപ്പോൾ നിങ്ങളുടെ പാറ്റേൺ മറന്നുപോയി ഫിംഗർ പ്രിൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് കോഡ് കാണും. അതെന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും. നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്, നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്, നിങ്ങളുടെ പട്ടിക്കുട്ടിയുടെ പേരെന്താണ്, നിങ്ങളുടെ ആനയുടെ പേരെന്താണ്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വരും. രണ്ടാമത്തത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഗൂഗിൾ അക്കൗണ്ടിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടോ, നിങ്ങളുടെ റേഷൻ കാർഡിൽ വരെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കണം. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു എക്സ്ട്രാ സെക്യൂരിറ്റി മെഷറാണ്. നിങ്ങളുടെ എന്തെങ്കിലും പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് OTP വന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഫോണൊക്കെ പോയെന്ന് കരുതിയാൽ മതി. അത് ഫോണിൻ്റെ അകത്തും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കാണും. അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട്, ഇമെയിൽ എല്ലാത്തിലും അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട്. ഇത് എനേബിൾ ചെയ്തിരിക്കണം. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പബ്ലിക് വൈഫൈ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ട് കിട്ടും. അത് കഫേയിലാവട്ടെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്താവട്ടെ, എയർപോർട്ടിൽ പോകുന്ന സമയത്താവട്ടെ, ഏതെങ്കിലും പാർക്കിലിരിക്കുന്ന സമയത്താവട്ടെ, ഈ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക, കുറച്ച് വീഡിയോ കാണുക, ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ഗൂഗിൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ ചെയ്യുക, നിങ്ങളുടെ ബാങ്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക, ഇതേപോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക. ഒരിക്കലും ചെയ്യാതിരിക്കാന്നല്ല, ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ മൊത്തം ആർക്കെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ VPN യൂസ് ചെയ്തിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കയറിയിരിക്കണം. ആവശ്യമില്ലാതെ നമുക്ക് പലയിടത്തായിട്ട് പല QR കോഡുകളും കാണും. കണ്ണി കാണുന്ന എല്ലാ QR കോഡും സ്കാൻ ചെയ്തൊന്നും വെക്കരുത്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് യുവർ ഫോൺ ഈസ് റെഡി ടു അപ്ഡേറ്റ്, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അപ്ഡേറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കളയരുത്. ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ ഫോണിനും ഒരു മേജർ ആയിട്ടുള്ള 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കാണും. ബാക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോ സെക്യൂരിറ്റി അപ്ഡേറ്റുകളാണ് വരുന്നത്. സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്ന സാധനം ചുമ്മാ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതല്ല, അത് നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇനി ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാ USB കേബിളും എല്ലാ USB പോർട്ടിലും കൊണ്ടുവന്ന് കുത്തി ചാർജ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാവുന്നത് ടെക്നോളജിയുടെ വളർച്ചയാണല്ലേ. അതുപോലെ തന്നെ ടെക്നോളജി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നല്ല എഞ്ചിനീയർമാർ അല്ലെങ്കിൽ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളും എത്തിക്കൽ ഹാക്കേഴ്സും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ റെഡി ആയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് എല്ലാവർക്കും നല്ല ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ്, അതായത് BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA എത്തിക്കൽ ഹാക്കിംഗ്, BCA സൈബർ സെക്യൂരിറ്റി, BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, BCA മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ BBA കോഴ്സുകളും ഉണ്ട്. BBA ലോജിസ്റ്റിക്സ്, BBA Aviation, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ BA ക്രിമിനോളജി, BA സൈക്കോളജി, പിന്നീട് നേഴ്സിംഗ്, MBA, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ്, ഇതേപോലുള്ള ഇഷ്ടം പോലെ കോഴ്സസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കാം. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എടുക്കാം. സൈബർ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എടുക്കാം. ഏവിയേഷൻ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ BBA ഏവിയേഷൻ എടുക്കാം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് എടുക്കാം. പിന്നെ ക്രിമിനോളജി എടുക്കാം. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വെറൈറ്റി ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റികൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മുടെ കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക്
അഡ്മിഷൻ ഉടനെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള യൂണിവേഴ്സിറ്റി അപ്രൂവൽസും അഫിലിയേഷനും ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പർ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കമൻറ്റ്. ആ ഒരു കമൻറ്റിൽ നമ്പർ കാണും, നിങ്ങൾക്ക് വിളിക്കാം, അഡ്മിഷൻ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതേപോലുള്ള പല 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. നോർമലി ഉള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതേപോലുള്ള കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ആവശ്യമാണ്. 12th കഴിഞ്ഞിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ കോഴ്സസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അവരെ കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കാം. അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോഷീസ് ഗ്രൂപ്പിനെ അറിയാത്തവർക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനും പറ്റും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ സെക്യൂർ ആയിട്ട് വയ്ക്കുക. സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.